ഹലോ. അപ്പം ഇത് ജൂൺ 12 വൈകുന്നേരം ഞാൻ ഓഫീസിൽ വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പം അന്ന് നമുക്ക് കുറച്ച് വിഷമമുള്ള ദിവസമല്ലേ, നമ്മുടെ ആൾക്കാർ പ്ലെയിൻ ക്രാഷിൽ മരിച്ചു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നു, പിന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുക്കളയിൽ ചെന്നു. ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ കുക്കറിലാണ് പരിപ്പ് കറി വെക്കുന്നത്. ഞാൻ പരിപ്പ് കുതിർത്തി ഒന്നും ഇടാറില്ല. അപ്പം അന്ന് കറി വെക്കേണ്ട സമയത്ത് ഞാൻ അതങ്ങ് കുക്കറി വെക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാൻ കുക്കർ എടുത്തു ഷെൽഫിൽ നിന്ന്. എന്നിട്ട് പരിപ്പ് അവിടെ താഴെയാണ് ഇരിക്കണേ. അപ്പം ഞാൻ പരിപ്പ് എടുത്തു. ഇവിടെ ഇന്ത്യൻ ഷോപ്പിൽ പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഞാൻ നോർമലി 1 കിലോൻ്റെ പരിപ്പാണ്, 1 കിലോ പരിപ്പ് വാങ്ങിക്കാറുണ്ട്. ഇതാണ്, ഇത്രയും വലിയൊരു പാക്കറ്റാണ് വാങ്ങിക്കുക. അതെനിക്ക് കുറച്ച് നാൾ നിൽക്കും കേട്ടോ, ഒരു 6 മാസമോ അതിൽ കൂടുതൽ നിൽക്കും. ഞാൻ അധികം അങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കാറില്ല. ഇതാണ് ഞാൻ പരിപ്പ് വാങ്ങിച്ച പരിപ്പ് ഇതാണ്. അപ്പം ഞാനത് ഇത്ര പരിപ്പാണ് എടുക്കുക, ഒത്തിരി ഒന്നും എടുക്കാറില്ല, കാരണം അധികം ഒന്നും വേണ്ടല്ലോ. അപ്പം ഞാൻ പരിപ്പൊക്കെ കഴുകി എന്നിട്ട് കുക്കറിലിട്ട് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പിട്ടു, പിന്നെ 2 മുളക് കീറിയിട്ടു, പച്ചമുളക്, പിന്നെ ഞാനൊരു തക്കാളി കൂടി ഇട്ടു. അപ്പോൾ എന്നിട്ടാണ് ഞാൻ വേവിക്കാൻ വയ്ക്കുക. ഇതെല്ലാം കൂടി പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ ഉണ്ടാക്കാം. ചിക്കൻ കുറച്ച് ദിവസമായി വാങ്ങി വെച്ചേക്കണം. അപ്പം ഞാൻ വെച്ച് ചിക്കൻ ആദ്യം വറക്കാം, എന്നിട്ട് കറി വയ്ക്കാം. അങ്ങനെ ഞാൻ വറക്കാൻ വേണ്ടി ചിക്കൻ കുറച്ച് മസാലയൊക്കെ തേച്ച് വറക്കാം ഇട്ടു. വൈകുന്നേരമായിട്ടോ, സൂര്യ അസ്തമിച്ചിട്ടില്ല, പക്ഷേ വൈകുന്നേരമായി, ഒരു 8 മണിയായി, ലേറ്റായി കുക്ക് ചെയ്തപ്പോൾ. അങ്ങനെ ഞാൻ ആ വറുത്ത ചിക്കൻ കുറച്ച് സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി മസാലയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ വെച്ച് കറി വെച്ചു. ഇതാണ് ഞാൻ പാത്രം തേക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബാക്കിൽ അവിടെ നമ്മുടെ സോപ്പ് ഓയിൽ ഒഴിക്കുക, കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിക്കുക, എന്നിട്ട് അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാനത് മാറ്റി വെച്ചു. പരിപ്പും റെഡിയായി, പരിപ്പ് കറിയും. അപ്പം ഞാൻ പാത്രമൊക്കെ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ കഴുകി വയ്ക്കും. അപ്പോൾ അവസാനം കട്ടിംഗ് ബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെയും കഴുകി വെച്ചു. എന്നിട്ട് ഞാൻ വെച്ചു ഓക്കെ, അരി വയ്ക്കാം. അരി ബസ്മതി അരിയാണ്. അപ്പം ഞാൻ അരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരിയും എല്ലാം തുടച്ചിടും കേട്ടോ, കാരണം അരി വെക്കാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ആവില്ല, എണ്ണയൊന്നും. അങ്ങനെ ഞാൻ അരി അടപ്പത്ത് വെച്ച്, ചോറ് സോസ്പാനിലുള്ളതാണ്, അത് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയി. അപ്പോൾ 10 മിനിറ്റ് ഞാൻ കുളിച്ച് സ്കിൻ കെയറൊക്കെ ചെയ്തു വന്നു. അപ്പോഴേക്കും ചോറ് റെഡിയായി. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യുക, ചോറ് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകും. അങ്ങനെ ഞാൻ ചോറ് വാർക്കുക ചെയ്യുക. ചോറ് വാർത്തു, കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് വെച്ച് ബാക്കിയുള്ള ചോറൊക്കെ അതിനകത്ത് എല്ലാ ചോറും ഊറ്റി. എന്നിട്ട് പിന്നെ ഞാൻ അപ്പം എൻ്റെ അടുക്കളയിൽ എല്ലാ പണിയും കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറ് എടുത്ത് ഞാൻ ലിവിങ് റൂമിൽ വന്നിരുന്നു. സിനിമ കാണാമെന്ന് വിചാരിച്ചു. വൈകുന്നേരമായി, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അങ്ങനെ ഞാൻ പടക്കളം വെച്ചു കേട്ടോ. അത് നമ്മൾ OTTയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാനങ്ങനെ പടക്കളം വെച്ച് കണ്ടു. കുഴപ്പമില്ല, നല്ല സിനിമ. ഞാനങ്ങനെ മൊത്തം കാണുമൊന്നുമില്ല, ഇടയ്ക്ക് വെച്ച് ഉറങ്ങിപ്പോവും. പക്ഷെ നല്ല സിനിമയായിരുന്നു, ഒരു വെറൈറ്റി സിനിമ. ആദ്യം ഞാൻ വിചാരിച്ച് വെളുപ്പായിരിക്കുന്നു, പക്ഷെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ കണ്ടു, കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ ആ ഒരു വൈകുന്നേരം ഞാനങ്ങനെ ഇനി ബാക്കി കുറച്ച് നേരം കൂടെ ഇരുന്ന് കണ്ട സിനിമ കണ്ട് ഞാൻ കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. സോ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. സോ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.